ശബരിമല യുവതീ പ്രവേശനത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വാദം കേൾക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇവിടെ ശബരിമല കൊള്ളയിൽ ആ, ഇതുവരെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, അതിൽ പ്രശ്നവും നടക്കുന്നുണ്ട്. അല്ല, അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ ഒരു വാർത്തയല്ല. അല്ല, എന്താണ് അന്വേഷണത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ജനങ്ങൾക്കൊരു വിവരവുമില്ല. കോടതിക്ക് മാത്രമേ അറിയാവൂ. കാരണം ശബരിമല അന്വേഷണത്തെ കാര്യങ്ങൾ ജനങ്ങൾ അറിയണ്ട എന്ന് കേരള ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അന്വേഷകരും ഹൈക്കോടതിയും മാത്രം ആ വിവരം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ്. അന്വേഷകരറിയുന്നു, ഇവരും അറിയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രം ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് നാട്ടുകാർക്കറിയില്ല കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം ക്ഷേത്രത്തിൻ്റെ സ്വർണം കട്ടിട്ട് ആ അന്വേഷണം എന്തായി എന്നുള്ള കാര്യം നാട്ടുകാരെ അറിയിക്കണ്ട എന്ന് തീരുമാനിച്ച തീരുമാനം നിയമപരമായിട്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ധാർമ്മികമായി തെറ്റാണ്, സാമൂഹിക ശാസ്ത്രപരമായിട്ടും തെറ്റാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. കാരണം തെളിവുകൾക്കും നിയമത്തിനും അപ്പുറമായിട്ടാണ് പലപ്പോഴും മനുഷ്യൻ്റെ ധാർമ്മിക ബോധം പ്രവർത്തിക്കാറുള്ളത്. അതെ. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയണമെങ്കിൽ, വാരണാവതത്തിൽ വെച്ച് അരക്കില്ല ഉണ്ടാക്കി കുന്തിയെയും മക്കളെയും ചുട്ടുകൊല്ലാനുള്ള തീരുമാനം എടുത്ത് ആ തീരുമാനത്തിന് അംഗീകാരം കൊടുത്തത് ധൃതരാഷ്ട്രരാണ്. അതെ. പക്ഷെ അവർ രക്ഷപ്പെട്ടു പോയി. അത് ധൃതരാഷ്ട്രർ അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം 6 പേര് അവിടെ ചത്തു കിടക്കുന്നുണ്ട് എന്ന് കണ്ട് 6 തലയോടുകൾ കിട്ടി. അപ്പോൾ 6 പേര് ഇവരായിരിക്കും എന്ന് കരുതിയിട്ട്, കാരണം കത്തിക്കരിഞ്ഞു പോയില്ല. അപ്പോൾ ആ പുരോചനാണ് 6-മൻ. അല്ല, അമ്മയും 5 മക്കളും 7 പേര് പുരോചനടക്കം 7 പേരും ചത്തു കിടക്കുന്ന കണ്ടപ്പോഴേക്കും വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ ഇയാൾ കരയാൻ തുടങ്ങി. ആരെ? ധൃതരാഷ്ട്രർ. കരഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ജനങ്ങൾക്ക് ഒരു ഇതുമില്ല. വ്യാസൻ എഴുതിയിരിക്കുന്നത്, നഗരഗ്രാമ ചത്വരങ്ങളിൽ ജനങ്ങൾ ഒരുമിച്ചു കൂടി ഉച്ചത്തിൽ രാജാവിൻ്റെ അധർമ്മത്തിനെതിരെ പ്രതികരിച്ചു. അന്നും പ്രതിഷേധമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സുപ്രധാനമായ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അവിടെ എന്താണ് നടന്നത്, അത് എങ്ങനെയാണ് നടന്നത് എന്നുള്ള കാര്യം അറിയാനും അതിനോട് പ്രതികരിക്കാനും ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇത് ഇന്ത്യയിൽ പണ്ട് മുതലേ ഉള്ളതാണ്. ആ ഒരു അവകാശം പോലും ശബരിമല കൊള്ളക്കാര്യത്തിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കഷ്ടമാണ്. ഇപ്പം എല്ലാ പ്രതികളും ജാമ്യം കിട്ടി പുറത്തിറങ്ങി, ഒറ്റ ആളകത്തില്ല. എല്ലാ പ്രതികളും സ്വൈരവിഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. അവസാനമായിട്ട് കേട്ടത് എന്തോ ഒരു കാര്യം പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു, ഇനി അതിൻ്റെ 45 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം വരുള്ളൂ, അതിനുശേഷം ഇനി അന്വേഷണം മുന്നോട്ട് പോകുള്ളൂ എന്നാണ് പറയുന്നത്. അതുവരെ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാവരും ഉറക്കത്തിലാണ്. ഇങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും നടത്തുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും സെൻസിറ്റീവായ ഒരു അന്വേഷണം, ഇത്രയും സെൻസിറ്റീവായ ഒരു കാര്യത്തെക്കുറിച്ച്, തെളിവുകളുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ദുർബലമായ ഒരു അന്വേഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല. ഞാൻ അതിൽ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ശബരിമലയുടെ വേറൊരു സുപ്രധാനമായ കാര്യം സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശബരിമല കേസിൽ വിധി പ്രസ്താവിച്ചതിൻ്റെ റിവ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറൊരു വലിയ ബെഞ്ച്, 9 അംഗ ബെഞ്ച് അല്ലേ, 9 അംഗ ബെഞ്ച് ആ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ വിധി സ്ഥിരപ്പെടുത്തണോ അസ്ഥിരപ്പെടുത്തണോ എന്ന് തീരുമാനിക്കാനായിട്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം നിരീക്ഷിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് നാഗരത്നയാണ്. ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കേസുമായി വന്നിട്ടുള്ളവർ വിശ്വാസികളല്ല, ക്ഷേത്രവും അതിൻ്റെ ആചാരവും വിശ്വാസ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോയാൽ മതി. 2-3 കാര്യങ്ങൾ ക്ഷേത്രം സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. ഒന്ന്, അതൊരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, ഒരു പിക്നിക്കിന് പോകാവുന്ന സ്ഥലം, വെറുതെ ഒന്ന് പോയി കാണാവുന്ന സ്ഥലമല്ല ക്ഷേത്രം. സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ, പബ്ലിക് പ്ലേസ് അല്ല അത്.
ആ. ഒരു ബസ് സ്റ്റേഷനോ റെയിൽവേ സ്റ്റേഷനോ പോലെ അല്ല എന്ന് പറഞ്ഞു. അല്ല 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 അവിടെ നിന്ന് ഇതുവഴി പോകുമ്പോൾ എന്നാൽ പിന്നെ ശബരിമലയിലും കൂടി ഒന്ന് കയറിക്കളെ, അങ്ങനെ പറ്റില്ല. ശബരിമലയിൽ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസിയായിരിക്കണം. അതെ. ക്ഷേത്രത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസിയായിരിക്കണം. ഇസ്ലാം അത് പരിപാലിക്കുന്നുണ്ട്. ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത ഒരാൾക്ക് അവരുടെ പള്ളിയിൽ കയറാൻ പറ്റില്ല. എന്നാൽ എല്ലാവരും പള്ളിയിൽ കയറേണ്ട കാര്യമില്ല. പള്ളി വെച്ചിരിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. ക്രിസ്ത്യൻ പള്ളി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് പ്രൈമറി ആയിട്ട്. അതിനകത്തേക്ക് നിങ്ങൾ കയറുകയാണെങ്കിൽ ആ പള്ളിയിൽ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. അച്ഛൻ കുർബാന എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് നിങ്ങൾ വേറെ കൂക്ക് വിളിക്കാൻ പാടില്ല. കാരണം അത് അതിൻ്റെ നിയമത്തിന് എതിരാണ്. ആ രീതിയിൽ ശബരിമലയിൽ പോകേണ്ടവരാര് എന്ന അടിസ്ഥാന ചോദ്യത്തിന് ഒരു ഉത്തരം പറഞ്ഞു എന്ന് മാത്രമല്ല, അവിശ്വാസികളായിട്ടുള്ളവർക്ക് ഇതിനകത്ത് ഒരു കാര്യവുമില്ലാത്തവർ, ലോക്കൽ സ്റ്റാൻഡ് ഇല്ലാതെ അവർ കൊടുത്ത കേസ് അവിടെ വെച്ച് തള്ളേണ്ടതായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ശബരിമല യുവതീ പ്രവേശത്തെക്കുറിച്ചുള്ള പെറ്റീഷൻ സ്വീകരിച്ചതും വാദം കേട്ടതും വിധി പ്രസ്താവിച്ചതും നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല. കാരണം ആ കേസ് കൊടുത്തവർക്ക് ലോക്കൽ സ്റ്റാൻഡ് ഇല്ല. വിശ്വാസികളാണ് ഇതിന് മാറ്റം വേണമെങ്കിൽ അത് വിശ്വാസികൾ പറയണം. അവിശ്വാസികൾക്ക് എന്തതിനകത്ത് കാര്യമുള്ളത്? അവിശ്വാസികൾക്ക് ഇതിനകത്ത് ഒരു കാര്യവുമില്ല. അതിന് വലിയ റാമിഫിക്കേഷൻസ് വരാൻ പോകുന്നൊരു ഒരു നിരീക്ഷണമാണത്. കാരണം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വിശ്വാസമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് അമ്പലത്തിൻ്റെ കാര്യത്തിൽ എന്ത് പങ്ക് എന്നൊരു ചോദ്യം വരില്ലേ? അവർക്കിതിൽ വിശ്വാസമില്ലല്ലോ. പക്ഷേ ഞാൻ കേട്ടൊരു കാര്യം, കടകംപള്ളി പറഞ്ഞത് ഏതോ ഒരു ക്ഷേത്രത്തിലെ ഭഗവതി കാളി അതെല്ലാം നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പം ഇവർ ദൈവവിശ്വാസികളാണോ നിരീശ്വരവാദികളാണോ എന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയില്ല. പരസ്യമായിട്ട് തന്നെ വിശ്വാസികളല്ല. അല്ല, അവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്ത് ക്ഷേത്ര ആചാരങ്ങൾ എന്ത്? അപ്പോൾ അത്തരക്കാർ ഒരു കാരണവശാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കോടതിക്ക് ആർട്ടിക്കിൾ 25 പറയുന്ന കോടതിക്ക് എന്താണ്? ഹെൽത്ത്, പബ്ലിക് ഹെൽത്തിന് വരുന്നുണ്ടെങ്കിൽ, ലോ ആൻഡ് ഓർഡർ വരുന്നുണ്ടെങ്കിൽ, പിന്നെ സെക്കുലറായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, സെക്കുലർ എന്ന് പറഞ്ഞാൽ അവിടെ പറമ്പ് വിൽക്കുന്നതും മറ്റത് കൊടുക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ അവകാശമില്ല. അങ്ങനെ ഇരിക്കെ കോടതിക്ക് പോലും അനുച്ഛേദം 25 പ്രകാരം ഇടപെടണമെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു പ്രാക്ടീസ് പബ്ലിക് ഹെൽത്തിനെ ബാധിച്ചിരിക്കണം, ക്രമസമാധാനത്തെ ബാധിച്ചിരിക്കണം, പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ സെക്കുലറായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, പണം കൈകാര്യം ചെയ്യുന്ന, മറ്റത് ചെയ്യുക മറിച്ചത് ചെയ്യുക. അപ്പം അല്ലാതെ ആചാര അനുഷ്ഠാന കാര്യങ്ങളിൽ ഇവർക്ക് ഇടപെടാൻ അവകാശമില്ല. കോടതിക്കും അവകാശമില്ല. കോടതിക്ക് അതിനകത്ത് അവകാശമില്ല. കോടതിക്ക് അതിനുള്ള വിവരമില്ല. എല്ലാ കാര്യങ്ങളും അറിയാൻ കോടതി എന്ന് പണ്ടെങ്കിലും ഇതിൽ എന്ത് ചെയ്യണം എന്ന് പറയാനുള്ളൊരു വിവരം കോടതിക്കില്ല. എക്സ്പെർട്ടൈസ് ഇല്ലാത്ത കാര്യമാണ്. കോടതി അത് വിട്ടുകളയണം. അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അപ്പം അല്ലാതെ ഒരു ആചാരവും അനുഷ്ഠാനവും തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാനുള്ള ഒരു അധികാരം കോടതിക്കില്ല. അപ്പോഴാണ് ശബരിമലയിൽ ഈ വിധി വന്നതും ആ വിധി ഞങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി 2 സ്ത്രീകളെ ലോകത്തിൻ്റെ ഏതോ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കള്ളക്കടത്തായി കൊണ്ടുവന്നിട്ട് അവിടെ കടത്തി വെച്ചതും അത് മഹത്തായ കൃത്യമാണ് എന്ന് മാപ്രകൾ, ആ വാക്കിലാണ് ഇപ്പോൾ അവർ ശരിക്കത് അർഹിക്കുന്ന വാക്കാണ്. സംശയമില്ല, അർഹിക്കുന്ന വാക്കാണ്. കാരണം ഇതുപോലെ സത്യം പറയാതെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സമൂഹം ഇന്ന് കേരളത്തിൽ വേറെയില്ല. കാരണം അവർക്ക് യാതൊരു വിശ്വാസ്യതയില്ല. കാശ് കൊടുത്താൽ എന്തും പറയും, കാശ് കൊടുത്തില്ലെങ്കിൽ പറയും, കാശ് കൊടുത്താൽ എന്തും പറയും. എന്നുവെച്ചാൽ കാശ് കിട്ടുമെന്നുറപ്പുണ്ടെങ്കിൽ നുണ പ്രചരിപ്പിക്കാൻ മടിയില്ലാത്ത വിധത്തിൽ മാധ്യമപ്രവർത്തനം അധപ്പതിച്ചൊരു കാലമാണിത്. അവരെല്ലാം കൂടി നിന്ന് പറഞ്ഞ ഈ കാര്യം ഇപ്പോൾ അവിടെ വിചാരണ അതിൻ്റെ വാദം നടക്കുമ്പോഴാണ്
ഒരാളും അത് ശരിയാണെന്ന് പറയുന്നില്ല. ആരെങ്കിലും പറയണ്ടേ? ഒറ്റ ആളും പറയുന്നില്ല. ഇവർക്ക് എന്ത് കാര്യം? ഇത് വന്നു കഴിഞ്ഞാൽ ഈ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ഭരിക്കേണ്ടത് ആര് എന്നൊരു ചോദ്യം വരും. ദേവസ്വം മന്ത്രി എന്തായിരിക്കണം? അല്ലെങ്കിൽ മന്ത്രിക്കാനത് പോകാൻ പറ്റില്ലല്ലോ. വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രി എന്തിനാണ് അവിടെ പോകുന്നത്? ഇതിൻ്റെ പുറകിലിരിക്കുന്ന ആളാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു മുഖ്യമന്ത്രി അവിടെ പോകേണ്ട ഒരു കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രി എന്തിന് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ആ വിളക്കിൻ്റെ പുറകിലിരിക്കുന്നതാണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞുള്ളൊരു ഹീനകൃത്യം എന്തിന് മുഖ്യമന്ത്രി ചെയ്യണം? ഈ ചോദ്യങ്ങളെല്ലാം പ്രസക്തമാകുകയാണ് ശബരിമല കേസിൽ. കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ഈ ക്ഷേത്രവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും സുപ്രധാനമായൊരു വിധിന്യായമായിരിക്കും അതെന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. കാരണം ബേസിക് ക്വസ്റ്റ്യൻസ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇതിന് ഇവർക്ക് അധികാരമുണ്ടോ? എന്ത് ചെയ്യും ഇവരെ? ദേവപ്രശ്നം വെച്ചിട്ട് ദേവപ്രശ്നത്തിൽ കണ്ട കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് ഇവരെങ്ങനെ നിശ്ചയിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വി ഡിസഗ്രി വിത്ത് ദ ഫൈൻഡിങ്സ് ഓഫ് ദ ദേവപ്രശ്നം എന്ന് എഴുതി വെക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ. ഇല്ല, അവിടെ അവസാന വാക്ക് അതാണ്. അല്ല, അവിടെ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അപ്പം പിന്നെ വേറൊരു സുപ്രധാനമായ കാര്യം, ആ വാദം അന്ന് ഉന്നയിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഉന്നയിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ 1000 ടൈപ്പാണ്. അതിൻ്റെ ഒന്നിൻ്റെ റിപ്ലിക്കയല്ല വേറൊന്ന്. ആ പ്ലൂറലിസ്റ്റിക് കൾച്ചർ, ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബഹുസ്വരതയിലുള്ള വിശ്വാസവും അതിൻ്റെ ജീവിത രീതിയാക്കലാണ്. ഒരു ടെക്സ്റ്റ്, ഒരു പ്രവാചകൻ, അങ്ങേര് പറയുന്ന ഒരേ ഒരു ജീവിത രീതി, അങ്ങേരുടെ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തില്ല, ഇത്തരം കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. പലതരത്തിലുള്ളതാണ്. ആ ബഹുസ്വരത ക്ഷേത്രപ്രതിഷ്ഠയിലും പരിപാലിക്കുന്ന ഒരു സംസ്കാരമാണ് ഹിന്ദുമതം. അതാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മത്തിൽ വ്യക്തികളെ അല്ല പ്രതിഷ്ഠിക്കുന്നത്, ഭാവത്തെയാണ് പ്രതിഷ്ഠിക്കുന്നത്. വ്യക്തികളെ പ്രതിഷ്ഠിക്കുകയല്ല അവിടെ പോയിട്ട്. അയ്യപ്പ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ഏതെങ്കിലും ഒരു ഭാവത്തെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ഭാവം എന്ത് എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മൂലമന്ത്രമുണ്ട്. ആ മൂലമന്ത്രത്തിൽ ഇതിൻ്റെ എല്ലാ സ്വഭാവങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റോ ശരിയോ എന്ന് നിശ്ചയിക്കാൻ കോടതിക്ക് അധികാരമില്ല. അധികാരമില്ലാത്ത രംഗത്തേക്ക് കോടതി കടന്നു വന്നുകൊണ്ടാണ് അന്ന് ആ വിധി പറഞ്ഞത്. അത് വലിയ പുരോഗമനമാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിന് മുമ്പുണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിൻ്റെ അച്ഛനും ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ചന്ദ്രചൂഡ്, DY ചന്ദ്രചൂഡ്. അദ്ദേഹത്തിൻ്റെ അച്ഛനും ദീർഘകാലം ഇതായിരുന്നു. അപ്പോൾ ഈ DY ചന്ദ്രചൂഡ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമപരമായിട്ടും തെറ്റാണ്, യുക്തിയില്ലാത്ത, ഇറ്റ് ഈസ് ഇല്ലോജിക്കൽ, ഇല്ലീഗൽ ആൻഡ് ഇംപ്രാക്ടിക്കൽ. തീർച്ചയായിട്ടും ഈ ശബരിമലയുടെ പ്രശ്നം വരുന്ന സമയത്ത് അതുകൂടി പരിഗണിക്കപ്പെടും എന്ന് തന്നെയാണ് വാദം പിന്തുടരുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം.